പലർക്കും നാടക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒത്തിരി വാസ്റ്റായിട്ട് അറിയണമെന്നില്ല. നാടകക്കാരുടെ അറിയാം, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മേഖലയിലും അറിയാം, അറിയപ്പെടുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും നാടകം എന്ന് പറയുന്നത് സംഘടനയാണ്. അതിപ്പോൾ നാടകത്തെ മൊത്തം ബന്ധപ്പെടുന്ന ആൾക്കാർ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല, താല്പര്യം ഉണ്ടാവണമെന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ളത് പോലെ തന്നെയാണ് നാടകക്കാർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ഒരുമിച്ച് ചേരാൻ അവരവർ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടമില്ല, അങ്ങനെ പോട്ടെ. പറഞ്ഞാൽ അതിന് ആ ഒരു സംഘടന, നാടക് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിപ്പോൾ നമ്മൾ പരസ്പരം അത് എത്ര പേര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നാടക രംഗത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. ഞാൻ എൻ്റെ തുടക്കം മുതൽ എൻ്റെ പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ എൻ്റെ ചില പേഴ്സണൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പ്രവർത്തനത്തിലല്ല അങ്ങനെ അത്ര റൂട്ട് ലെവലിൽ ഇടപെടുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ ഇടപെടുന്നുണ്ട്. എങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ട്, മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഓരോ ജില്ലാ ബേസ് എടുത്ത് കൊടുക്കുക, എല്ലാ ജില്ലയിലും ക്യാമ്പുകൾ നടക്കുന്നു, നാടകങ്ങൾ നടക്കുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നാടക എഴുത്താണി എന്ന് പറഞ്ഞിട്ട് നാടക രചനയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടൊരു സെഷൻ 11, 12, 13 നടക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ അതുൾപ്പെടെ കേരളത്തിൽ സംസ്ഥാന തലത്തിലും ഓരോ ജില്ലയിലും നാടകത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ ആൾക്കാർ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് ഈ കാര്യം അറിയുന്ന തരത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരേ സമയം അത് സംഘടനയുടെ പോരായ്മ മാത്രമല്ല. നാടകക്കാർ ഇപ്പോൾ നാടകം എത്ര പേര് അറിയും, എത്ര പേര് കാണും, എത്ര പേര് പ്രൊമോട്ട് ചെയ്യുന്നു,